നമസ്കാരം, നിഖിലാണ്. നാടൻ ചായ വേൾഡ് കപ്പ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നലെ സംഭവബഹുലമായൊരു ദിവസമായിരുന്നു അല്ലേ. നമ്മൾ ഇന്നലെ പറഞ്ഞു മെസ്സി കളത്തിലിറങ്ങുന്നുണ്ടായിരുന്നു, ഒപ്പം എംബാപ്പെ കളത്തിലിറങ്ങുന്നുണ്ടായിരുന്നു, ഹാലണ്ട് കളത്തിലിറങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിലേറ്റവും ശ്രദ്ധേയം നേരത്തെ പറഞ്ഞ പോലെ അർജൻറ്റീനയുടെ മത്സരം ഉണ്ടായിരുന്നു, മെസ്സി ഇറങ്ങുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒപ്പം എംബാപ്പയും ഹാലണ്ടും ഒക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഇന്നലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് 3 മത്സരങ്ങളുണ്ടായിരുന്നത്. ഒപ്പം ഇന്നിനി നടക്കാൻ പോകുന്ന മത്സരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമുള്ളത് ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ ഇറങ്ങുന്നുണ്ട്, ഒപ്പം ഇംഗ്ലണ്ടും കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 2 മത്സരങ്ങളാണ് ഇന്ന് നടക്കാനുള്ള പ്രധാനപ്പെട്ട 2 പോരാട്ടങ്ങൾ ഇന്ന് നടക്കാനുള്ളത്. അപ്പം നമുക്ക് ഇന്നലത്തെ മത്സരങ്ങൾ തുടങ്ങാം അല്ലേ. ഇന്നലത്തെ ആദ്യത്തെ മത്സരം അത് അർജൻറ്റീനയുടെ പോരാട്ടമായിരുന്നു. അർജൻറ്റീനയും ഒരു മനോഹരമായ മത്സരം ഓസ്ട്രിയക്കെതിരെ അർജൻറ്റീനയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. 2-0 ഓസ്ട്രിയയെ അർജൻറ്റീന മറികടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ റൗണ്ട് ഓഫ് 32 തങ്ങളുടെ ബെർത്ത് അർജൻറ്റീന കൃത്യമായി ഉറപ്പിക്കുന്നു, 2 ജയത്തോടുകൂടി ഉറപ്പിക്കുന്നുള്ളതാണ്. ഈ ലോകകപ്പിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ അർജൻറ്റീന ഇതുവരെ 5 ഗോളുകൾ ഈ ലോകകപ്പിൽ നേടി. ആദ്യ മത്സരത്തിൽ 3 ആയിരുന്നെങ്കിൽ ഇന്നലെ 2 ഗോളുകൾ, അങ്ങനെ 5 ഗോളുകൾ അർജൻറ്റീന നേടി. 5 ഗോളും സ്വന്തമാക്കിയത് ലയണൽ മെസ്സിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ 10-ാം മിനിറ്റിനുള്ളിൽ തന്നെ അർജൻറ്റീന ആരാധകർക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കുന്നൊരു സംഭവം നടന്നു. ലയണൽ മെസ്സി ഒരു പെനാൽറ്റി പാഴാക്കുന്നൊരു കാഴ്ച. അതോടുകൂടി ആരാധകർക്ക് വലിയ ഒരു സങ്കടം ആരാധകർക്കൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇന്നലെ മെസ്സി ഗോളടിക്കുന്നതോടുകൂടി ലോക റെക്കോർഡ്, ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന ലോക റെക്കോർഡ് മറികടക്കും. ക്ലോസയുടെ റെക്കോർഡ് മെസ്സി മറികടക്കുന്നൊരു സാഹചര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സിയുടെ ഗോളിന് വേണ്ടിയൊക്കെ ആരാധകർ വലിയ രീതിയിൽ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ 9-ാം മിനിറ്റിൽ വന്ന പെനാൽറ്റി അത് മെസ്സി പാഴാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ അവിടെ നിന്ന് മെസ്സിക്ക് വലിയ വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ കൃത്യമായി 38-ാം മിനിറ്റിൽ മെസ്സിയുടെ കാലിൽ നിന്നും ആദ്യ ഗോൾ പിറക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഒരു പൊസിഷനിലെ കൺട്രോളൊക്കെ അർജൻറ്റീന കൃത്യമായി നോക്കി കളിച്ചു എന്ന് പറയാൻ സാധിക്കും. അതായത് സ്കാലോണിയുടെ തന്ത്രങ്ങൾ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ സാധിക്കും. കാരണം 38-ാം മിനിറ്റിൽ ആണ് ആദ്യ ഗോൾ പിറന്നത്. അത് അതിനുശേഷം ആദ്യ പകുതി പിരിഞ്ഞു. 2-ാം പകുതിയും അർജൻറ്റീന കുറച്ച് പിൻവലിഞ്ഞ് കളിക്കുന്നത് പോലെ തോന്നിയെങ്കിലും, അതായത് ആദ്യ പകുതിയിൽ ഓസ്ട്രിയയുടെ ഒരു ഹൈ പ്രസ്സിങ് ഗെയിം അത് അത്രയ്ക്ക് വലിയ രീതിയിൽ വില പോയില്ല എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയം. കാരണം അവരെങ്ങനെ ഹൈ പ്രസ്സിങ് ഗെയിം അല്ലെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്തോ അതിനെ അതേ രീതിയിൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന ഒരു സമീപനമായിരുന്നു അർജൻറ്റീനയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. അതായത് അവരെ കുറച്ചും കൂടി അവർക്ക് കൂടുതലായി വരുന്ന പ്രസ് ചെയ്യുന്നതിന് പകരം പന്ത് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയും എന്നാൽ ഡിഫൻസ് അത് വളരെ ഒരു കോട്ട കെട്ടി കാക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. അപ്പോൾ 2-ാം പകുതിയിലേക്ക് വന്നപ്പോൾ അർജൻറ്റീന ഹൈ പ്രസ്സിങ് ഗെയിം കളിക്കുമെന്ന് ഓസ്ട്രിയ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് കൃത്യമായി അത്രയ്ക്ക് വലിയ ഹൈ പ്രസ്സിങ് ഗെയിമിൻ്റെ ഇതിലേക്ക് പോകാതെ എന്നാൽ മിഡ്ഫീൽഡിൽ തന്നെ കളി മെനഞ്ഞ് കളിക്കുന്ന ഒരു സമീപനം അർജൻറ്റീനയുടെ ഭാഗത്തുനിന്നുണ്ടായി. അപ്പോൾ അവസാന മിനിറ്റിലേക്ക് വന്നപ്പോൾ ഓസ്ട്രിയ ഒരു ഗോളിൻ്റെ ലീഡ് മാത്രമാണ് അർജൻറ്റീനയ്ക്കുള്ളത്. അപ്പം ഒരു ഗോൾ നേടിയാൽ സമനില പാലിക്കാം, അനിവാര്യമായ ഒരു പോയിൻ്റ് സ്വന്തമാക്കാം എന്നൊക്കെയുള്ള ഒരു പ്ലാനായിരുന്നു ഓസ്ട്രിയയുടെ ഭാഗത്തുനിന്ന്. പക്ഷേ എന്നാൽ അവസാന മിനിറ്റിലേക്ക് വന്നപ്പോൾ 90 മിനിറ്റും കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് എക്സ്ട്രാ ആയ സമയത്താണ് മെസ്സിയുടെ കാലിൽ നിന്നും 2ാമത്തെ ഗോൾ. അത് മനോഹരമായ ഒരു പ്ലാനിങ്, ഒരു ടീം ഗെയിം മെനഞ്ഞ് വന്ന ഒരു ടീം ഗോളായിട്ട് തന്നെ നമുക്കത് പറയാൻ സാധിക്കും. അത്രത്തോളം മനോഹരമായൊരു ഗോൾ തന്നെയായിരുന്നു അത്. അങ്ങനെ 2ാമത്തെ ഗോളും മെസ്സി സ്വന്തമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. അങ്ങനെ 2ാം മത്സരത്തിലും അർജൻറ്റീന വിജയിക്കുന്നു. പറഞ്ഞതുപോലെ മെസ്സിയുടെ കാലിൽ നിന്നും ഒരു ഗോള് കൂടി വീഴുന്നതിനിടയിൽ ഒരു ഫ്രീ കിക്ക് കൂടി കിട്ടി. ആ ഫ്രീ കിക്ക് കൂടി മെസ്സി ഗോളാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് അർജൻറ്റീന ആരാധകർക്ക് നൽകുന്നൊരു ആവേശം അത് വളരെ വലുതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരെ പറഞ്ഞ പോലെ പൊസിഷനിലെ കൺട്രോൾ എന്തായാലും അർജൻറ്റീനയ്ക്ക് അത് കൃത്യമായൊരു കൺട്രോൾ ചെയ്ത് കളിച്ചു. ഒപ്പം ഡിഫെൻസീവിലെ സ്റ്റെബിലിറ്റി പ്രതിരോധ നിരയുടെ കോട്ട കൃത്യമായൊരു കാത്തു. ലോകകപ്പ് മത്സരം കളിക്കുന്ന ഒരു മെൻറ്റാലിറ്റി അതൊക്കെ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് പറയാൻ സാധിക്കും. പക്ഷേ മറുവശത്ത് ഓസ്ട്രേലിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു കളിയാണ് അവർ കളിച്ചത്. പക്ഷേ എന്നാൽ ഫിനിഷിങ്ങിലെ പോരായ്മയും ഫൈനൽ തേർഡിലെ ക്വാളിറ്റി കുറവും അവർക്ക് വലിയ രീതിയിൽ ദോഷം ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതാണ് ഇന്നലെ നടന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട മത്സരം. അർജൻറ്റീന 2-0 ഓസ്ട്രിയയെ തകർക്കുന്ന ഒരു കാഴ്ച ഇന്നലെ കാണാൻ സാധിച്ചു. അടുത്ത മത്സരം അതിലും രസമായിരുന്നു. ഫ്രാൻസിൻ്റെ ഒരു പോരാട്ടം. ഫ്രാൻസ് 3-0 ഇറാഖിനെ, എതിരില്ലാത്ത 3 ഗോളുകൾക്ക് ഇറാഖിനെ തകർക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഈ ജയത്തോടെ റൗണ്ട് ഓഫ് 32 ബെർത്ത് എന്തായാലും ഫ്രാൻസും ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 14-ാം മിനിറ്റിൽ എംബാപ്പയാണ് ഒരു ഗോളിന് തുടക്കമിട്ടത്. 54-ാം മിനിറ്റിലും എംബാപ്പയുടെ ഭാഗത്തു നിന്ന് ഒരു ഗോൾ വീഴുന്നു. 66-ാം മിനിറ്റിൽ ഡെംബാലയുടെ വക ഒരു ഗോൾ. അങ്ങനെ 3 ഗോളുകളാണ്
ഫ്രാൻസിന് വീണത്. ഇന്നത്തെ മത്സരത്തിൽ 2 ഗോളുകൾ എംബാപ്പെ സ്വന്തമാക്കി എന്നുള്ളതാണ്. അതായത് ആദ്യ മത്സരത്തിൽ എംബാപ്പയുടെ കാലിൽ നിന്ന് ഗോളുകൾ പിറന്നു. അങ്ങനെ മെസ്സിയും എംബാപ്പയും തമ്മിലൊരു പോരാട്ടം ഇങ്ങനെ നടക്കുന്നുണ്ട്. അതായത് ഈ ലോകകപ്പിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന താരം എന്ന ഒരു റെക്കോർഡ് അതിനു വേണ്ടിയിട്ട് പോരാട്ടം നടക്കുന്നുണ്ട്. മെസ്സി 18 ഗോളുകളായി. തൊട്ടു പിന്നാലെ തന്നെ എംബാപ്പയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷകരമായ കാര്യം. അങ്ങനെ ഇന്നലെ നടന്ന മറ്റൊരു പോരാട്ടം അൾജീരിയയും ജോർദാനും തമ്മിലൊരു പോരാട്ടമായിരുന്നു. അതിൽ 2-1 അൾജീരിയ വിജയിക്കുന്ന ഒരു മത്സരമായിരുന്നു അത്. 36-ാം മിനിറ്റിൽ ജോർദാൻ്റെ വക ആദ്യ ഗോൾ പിറന്നു. ആദ്യ ഗോൾ ജോർദാനാണ് നേടിയത്. അത് ലീഡ് അവരുടെ ഭാഗത്തുനിന്നായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോഴും ആ ലീഡ് ജോർദാൻ ആയിരുന്നു എന്ന കാര്യത്തിൽ ഏറ്റവും കൗതുകമുണർത്തുന്നൊരു കാര്യമാണ്. പക്ഷേ 69-ാം മിനിറ്റിൽ അൾജീരിയ തിരിച്ച് അടിക്കുന്നു. അങ്ങനെ സ്കോർ സമനിലയാകുന്നു. 82-ാം മിനിറ്റിൽ വീണ്ടും ഒരു ഗോൾ അൾജീരിയയ്ക്ക് അനുകൂലമായി വീഴുന്നു. അങ്ങനെ 2-1 ഒരു വിജയം. അതായത് ആദ്യ പകുതിയിൽ 1-0 പിന്നിൽ നിന്നതിന് ശേഷം 2-1 വിജയിക്കുന്ന ഒരു കാഴ്ച എന്തായാലും അൾജീരിയയുടെ ഭാഗത്തുനിന്നുണ്ടായി. വളരെ മനോഹരമായൊരു മത്സരമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇനി ഇന്നലെ നടന്ന മറ്റൊരു മത്സരം നോർവേയും സെനഗലും തമ്മിലൊരു പോരാട്ടമായിരുന്നു. 28 വർഷങ്ങൾക്ക് ശേഷം ലോകകപ്പിലേക്ക് തിരിച്ചെത്തിയ നോർവേ റൗണ്ട് ഓഫ് 32 ഉറപ്പിച്ചു എന്ന് പറയാൻ സാധിക്കും. ഹാളണ്ടിൻ്റെ ഒരു ഇരട്ട ഗോൾ നേട്ടം അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. 3-2 സെനഗലിനെ നോർവേ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൻ്റെ 43-ാം മിനിറ്റിൽ പെഡേഴ്സൻ്റെ കാലിൽ നിന്നും ആദ്യ ഗോൾ നോർവേക്ക് അനുകൂലമായി വീണു. അങ്ങനെ ആദ്യ പകുതി 1-0 അവസാനിപ്പിച്ചു. നോർവേ മുന്നിലായിരുന്നു. രണ്ടാം പകുതി തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ 48-ാം മിനിറ്റിൽ തന്നെ ഹാളണ്ടിൻ്റെ വക ഒരു ഗോൾ. അങ്ങനെ 2-0 നോർവേ മുന്നിലെത്തി. തൊട്ടു പിന്നാലെ 53-ാം മിനിറ്റിൽ സെനഗലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഗോൾ അവരുടെ ഗോൾ വീണു. അങ്ങനെ 2-1 എന്നൊരു സ്കോറിലേക്ക് പോയി. 58-ാം മിനിറ്റിൽ തന്നെ കൃത്യം 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 58-ാം മിനിറ്റിൽ തന്നെ ഹാളണ്ടിൻ്റെ വക നോർവേക്ക് അനുകൂലമായി അടുത്തൊരു ഗോൾ. അങ്ങനെ 3-2 എത്തി. 3-1 എന്നൊരു സ്കോറിലേക്ക് മത്സരം അവസാനിക്കാനിരിക്കെ ഏറ്റവും അവസാന മിനിറ്റിൽ 90 മിനിറ്റ് കഴിഞ്ഞുള്ള ആ ഇഞ്ചുറി ടൈമിൽ തന്നെ സെനഗൽ ഒരു ഗോളോട് കയറി. അങ്ങനെ 3-2 എന്നൊരു സ്കോറിൽ മത്സരം അവസാനിക്കുന്ന ഒരു കാഴ്ച നമുക്ക് എന്തായാലും കാണാൻ സാധിച്ചു. നോർവേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഹാളണ്ടിൻ്റെ ഒരു പ്രകടനം അത് അവർക്ക് വളരെ രീതിയിൽ ഇരട്ട ഗോൾ അവർക്ക് വളരെ രീതിയിൽ ഗുണം ചെയ്തെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ക്ലിനിക്കൽ ഫിനിഷിംഗ് ടീമിന് ആകെ കൂടി ഉണ്ടായിരുന്നു. ഒപ്പം അറ്റാക്കിംഗ് ഫുട്ബോൾ അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് പറയാം. സെനഗലിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്കിംഗ് റെസ്പോൺസ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഡിഫൻസീവിലെ പിഴവുകൾ അത് അവർക്ക് വലിയ രീതിയിലുള്ള ദോഷം ചെയ്തു. ഒപ്പം ഹാളണ്ടിനെ തടയാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതും അവർക്ക് ദോഷമായി സംഭവിച്ചു, അല്ലെങ്കിൽ അവർക്ക് വിനയായി എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് ഇന്നലെ നടന്ന മത്സരങ്ങൾ. ഇതൊക്കെയാണ്. ഇന്ന് നടക്കാനുള്ള മത്സരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നടക്കാനുള്ള മത്സരം എന്ന് പറയുമ്പോൾ ഒരുപിടി മത്സരങ്ങൾ നടക്കാനുണ്ട്. ഇംഗ്ലണ്ട് ഇന്നിറങ്ങുന്നുണ്ട്. ഹാരി കെയ്ൻ ഇംഗ്ലണ്ട് ഇന്നിറങ്ങുന്നുണ്ട്. ക്രൊയേഷ്യയെ തോൽപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസം, ആദ്യ മത്സരത്തിൽ ക്രൊയേഷ്യയെ വലിയൊരു സ്കോറിന് തന്നെ 4-2 തന്നെ തോൽപ്പിച്ചതിൻ്റെ ആത്മവിശ്വാസവുമായാണ് എന്തായാലും ഇംഗ്ലണ്ട് തോമസ് ടച്ചലും സംഘവും ഇറങ്ങുന്നത്. ഹാരി കെയ്നും ബെല്ലിംഗമും അടങ്ങുന്ന ആ ഒരു ഇംഗ്ലീഷ് നിര അവരെ പിടിച്ചു കെട്ടാൻ ഘാനയ്ക്കാകുമോ എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. ഘാനയിലേക്ക് വന്നു കഴിഞ്ഞാൽ പനാമയ്ക്കെതിരെ ഒരു സമനില വഴങ്ങിയതിന് ശേഷമാണ് അവർ വരുന്നത്. എന്തായാലും ഇംഗ്ലണ്ട് തന്നെ ആയിരിക്കും ഒരു മേൽക്കോയ്മ എന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ പറഞ്ഞാൽ ആദ്യ മത്സരത്തിലെ ഒരു ഗംഭീര പ്രകടനത്തിൻ്റെ ആത്മവിശ്വാസം എന്തായാലും അവർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. നടക്കാനിരിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട പോരാട്ടം പോർച്ചുഗലും ഉസ്ബെക്കിസ്ഥാനും തമ്മിലൊരു പോരാട്ടമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ ഒരു പോർച്ചുഗൽ ഇന്ന് വീണ്ടും ഇറങ്ങുന്നുണ്ട്. ആദ്യ മത്സരത്തിൽ കോങ്കോയ്ക്കെതിരെ ഒരു സമനില പാലിച്ചതിൻ്റെ ഒരു ആ ഒരു പേര് ദോഷവുമായിട്ട്, അല്ലെങ്കിൽ ആ സമനില പാലിച്ചതിൻ്റെ ഭാരവും പേറിയാണ് എന്തായാലും പോർച്ചുഗൽ എത്തുന്നത്. ഒരു വിജയം അവർക്ക് എന്തായാലും അനിവാര്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഉസ്ബെക്കിസ്ഥാനാണ് അവരുടെ എതിരാളികൾ. ക്രിസ്ത്യാനോ റൊണാൾഡോയും ബ്രൂണോ ഫെർണാണ്ടസും ബെർണാഡോ സിൽവയും അടങ്ങുന്ന അവരുടെ ഒരു വലിയ താരനിര തന്നെയുണ്ട്. പക്ഷേ ആദ്യ മത്സരത്തിൽ ഇവരിൽ പലരും പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ അത് പേരിൽ മാത്രം ഒതുങ്ങുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. കാര്യമായ പ്രകടനങ്ങളൊന്നും ക്രിസ്ത്യാനോയുടെ ഭാഗത്തുനിന്ന് ആദ്യ മത്സരത്തിൽ ഉണ്ടായില്ല. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ എന്തായാലും വഴിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട താരങ്ങൾ അവരുടെ. ഉസ്ബെക്കിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിഫൻസ് അവരുടെ വളരെ ശക്തമാണ്. അപ്പം കൗണ്ടർ അറ്റാക്ക് അവർക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്തു വരുന്നൊരു കാര്യമാണ് കൗണ്ടർ അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു തീവാറുന്ന പോരാട്ടം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം പോർച്ചുഗലിൽ നിന്ന് വിജയം അനിവാര്യമാണ്. ക്രിസ്ത്യാനോയുടെ ഭാഗത്തു നിന്നൊരു വളരെ മികച്ച പ്രകടനം ഉണ്ടാകട്ടെ എന്നാണ് നമ്മളും ആശംസിക്കുന്നത്. മറ്റൊരു മത്സരം നടക്കാനുള്ളത് ക്രൊയേഷ്യയും പനാമയും തമ്മിലൊരു പോരാട്ടം ഇന്ന് നടക്കാനുണ്ട്.
ഇംഗ്ലണ്ടിനെതിരെ ഒരു തോൽവി കഴിഞ്ഞതിന് ശേഷം ഒരു വിജയം ഇന്ന് എന്തായാലും ക്രൊയേഷ്യയ്ക്കും അനിവാര്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം വളരെ മികച്ച രീതിയിൽ കളിക്കേണ്ട അല്ലെങ്കിൽ ആരാധകർക്ക് വലിയ പ്രതീക്ഷ നൽകേണ്ട ഒരു ടീമാണ് ക്രൊയേഷ്യ. ആ ക്രൊയേഷ്യയുടെ ഭാഗത്തു നിന്നൊരു വലിയ വിജയമൊക്കെ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ലൂക്ക മോഡ്രിച്ചും അടക്കമുള്ള താരങ്ങൾ അവരുടെ നിരയിലുണ്ട്. അപ്പോൾ എന്തായാലും ഒരു നല്ല മത്സരം തന്നെ പനാമ ക്രൊയേഷ്യ മത്സരം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം കൊളംബിയയും ഒരു കോങ്കോയും തമ്മിലൊരു പോരാട്ടം കൂടി ഇന്ന് നടക്കാനുണ്ട്. കോങ്കോയിലേക്കൊന്ന് നേരത്തെ പറഞ്ഞ പോലെ പോർച്ചുഗലിനെ ആദ്യ മത്സരത്തിൽ സമനിലയിൽ തിളച്ചതിൻ്റെ ആത്മവിശ്വാസം എന്തായാലും അവർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കൊളംബോയും ജെയിംസ് റോഡ്രിഗസ് അടക്കമുള്ള താരങ്ങൾ അവരുടെ നിരയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ആത്മവിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ എന്തായാലും വളരെ മികച്ചൊരു മത്സരം കോങ്കോ വാസസ് കൊളംബിയ ഉണ്ടാകും എന്ന കാര്യത്തിലും സംശയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ലോകകപ്പ് വേദിയിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ള കാര്യങ്ങൾ. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഇന്നലെ ആവേശം നിറഞ്ഞ പോരാട്ടങ്ങളായിരുന്നു. ആരാധകരുടെ പ്രിയതാരങ്ങളെല്ലാം മെസ്സിയും എംബാപ്പയും ഹാളണ്ടും എല്ലാം ഗോളുകൾ നേടി വാരിക്കൂട്ടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഗോളുകൾ വാരിക്കൂട്ടുന്ന കാഴ്ച കാണാൻ സാധിച്ചു. മികച്ച പ്രകടനം നടത്തി ആരാധകരൊക്കെ അവർ ആവേശത്തിൽ നിർത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഇന്ന് ഹാരി കെയ്നും ക്രിസ്ത്യാനോ റൊണാൾഡോയും അടക്കമുള്ളവർ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനോ ആരാധകർക്ക് കൂടി ഇന്ന് നിർണായകമാണ്. അവർക്ക് ഇന്നത്തെ ഒരു വിജയം അല്ലെങ്കിൽ ക്രിസ്ത്യാനോയുടെ ഭാഗത്തു നിന്നൊരു ഗോളൊക്കെ വീണാൽ അത് അവർക്ക് ആഘോഷിക്കാൻ ഇതുവരെ ക്രിസ്ത്യാനോ ആരാധകർക്ക് മാത്രമാണ് കാര്യമായി ആഘോഷിക്കാനുള്ള വക ഒന്നും കിട്ടാതിരുന്നത്. കാരണം ബാക്കി എല്ലാ ടീമുകളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പ്രധാന താരങ്ങളൊക്കെ വളരെ മികച്ച രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനോയുടെ ഭാഗത്തു നിന്നൊരു മികച്ച പ്രകടനം ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് ലോകകപ്പിലെ വിശേഷങ്ങൾ. അപ്പോൾ ക്രിസ്ത്യാനോയുടെ ഇന്നത്തെ മത്സരത്തിലെ പ്രകടനമൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വേൾഡ് കപ്പ് അപ്ഡേറ്റിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ദിസ് ഈസ് എം നിഖിൽ കുമാർ സൈനിങ് ഓഫ്.